ടാറ്റയുടെ നാനോ കാർ വന്നില്ലേ, ആ. ടാറ്റയുടെ നാനോ കാർ വന്നപ്പോൾ ആ നാനോ കാർ വെക്കാനായിട്ട് 10 ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. നാനോ 10 ഫീച്ചേഴ്സ് പറഞ്ഞിരുന്നു. ആ. അതും ഒന്ന് ചെറിയ റേഡിയസിൽ തിരിക്കാം എന്നുള്ളതാണ്. വളരെ സിമ്പിൾ അല്ലേ, അതെ. ചെറിയ റേഡിയസിൽ തിരിക്കാം. എന്താ കാരണം, ചെറിയ കാറാണ്, പക്ഷെ അത് വലിയ ഫീച്ചേഴ്സ് ആയിട്ട് പറഞ്ഞു. അതെ, അപ്പോൾ ഈ ഫീച്ചേഴ്സിനെ കസ്റ്റമറിന്റെ ബെനിഫിറ്റ് ആയിട്ട് പറയാൻ കഴിവുള്ളവനായിരിക്കണം സെയിൽസ് പേഴ്സൺ. അതെ. ഈ നോളജ് അവനെ ഇല്ലെങ്കിലോ അത് ട്രെയിനിങ്ങോട് വരണ്ട. അത് ട്രെയിനിങ് വരുത്തണം. അതായത് എൻ്റെ ഈ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എൻ്റെ വൈഫ്, അവൾ വണ്ടി ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അവൾക്ക് ഭയങ്കര പേടിയാണ്, അവൾക്ക് വലിയ റോഡ് ചെറിയ റോഡും വലിയ കാറും കാണുമ്പോൾ ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അവളെ സംബന്ധിച്ച് ചെറിയ റേഡിയസിൽ തിരിക്കാം എന്ന് പറയുവാണെങ്കിൽ നാനോ കാർ ചെറുതെന്നല്ല പറയുന്നത്, ചെറിയ റേഡിയസിൽ തിരിക്കാം, അപ്പോൾ ഒരു ചെറിയ റോഡിൽ തിരിക്കാം എന്ന് മെസ്സേജ് കൊടുക്കാൻ എൻ്റെ വൈഫിൻ്റെ റിക്വയർമെൻറ്റിനെ പഠിച്ചിട്ട്, അതിനാണ് പറയുന്നത് പ്രോബിങ് ക്വസ്റ്റ്യൻ. പ്രോബ് ചെയ്തിട്ട് അവരുടെ എന്തൊക്കെയാണ് അവരുടെ വറീസ്, എന്തൊക്കെയാണ് നീഡ് എന്ന് പഠിച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് അവരുടെ ബെനിഫിറ്റായിട്ട് പറയണം. അപ്പം നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സിനെ ബെനിഫിറ്റായിട്ട് പറയണമെങ്കിൽ ഈ കസ്റ്റമറെ പഠിക്കണമെങ്കിൽ അവൻ്റെ ബെനിഫിറ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കസ്റ്റമറെ പഠിക്കാനുള്ള ടൂൾ ഇതിലുണ്ടാവണം. ഇതില്ലാതെ ഇവൻ്റെ 10 ഫീച്ചേഴ്സ് മാത്രം പറയുവാണെങ്കിൽ എൻ്റെ വൈഫ് കാറ് മേടിക്കണമെന്നില്ല. 10 ഫീച്ചേഴ്സ് മുഴുവൻ എൻ്റെ അടുത്ത് പറയേണ്ട, വൈഫിൻ്റെ അടുത്ത് പറയണ്ട. അവരുടെ പിൻ പോയിന്റ് എന്താണ്, അവരുടെ പെയിൻ പോയിന്റ് എന്താണ്, അത് കണ്ടെത്തിയിട്ട് ഇതിലത്തെ 4 കാര്യം എംഫസൈസ് ചെയ്ത് പറയണം. അപ്പോൾ അവർക്ക് തോന്നും അത് എനിക്കുള്ള കാറാണ്, ദിസ് ഇസ് മൈ കാർ.